ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ഛത്തീസ്ഗഡ് പോലീസിന്റെ വാദം അമ്പെ പൊളിച്ചിരിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ. കന്യാസ്ത്രീകളുടെ ഒപ്പം പോയത് മാതാപിതാക്കളുടെ സമ്മതപ്രകാരമെന്ന് പെൺകുട്ടി പറഞ്ഞു. എന്നാൽ അറസ്റ്റിനെ ആവർത്തിച്ച് ന്യായീകരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ഛത്തീസ്ഗഡ് സർക്കാരിന് പങ്കില്ലെന്ന വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇന്ന് രംഗത്തെത്തി. ഇരു തോണിയിൽ ചവിട്ടുന്ന BJPയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും പറഞ്ഞു. കേരളത്തിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത്? അപ്പോൾ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു തോണി ചവിട്ടുന്നത് പോലെയുള്ള സംരംഭമാണ്. അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നതല്ല. അതേസമയം അറസ്റ്റിൽ ഇടപെടാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകി. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷ എതിർക്കില്ലെന്നും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് ബോധ്യമുണ്ടെന്നും കേരള MPമാരുടെ സംഘത്തോട് അമിത്ഷാ പറഞ്ഞു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാമെന്നും അമിത്ഷാ ഉറപ്പു നൽകി. സർക്കാരുമായി സംസാരിച്ചു. ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഏതെങ്കിലും ഒരു കേസിലേക്ക് പോയത്. ഏതൊക്കെയാലും ഉടനടി ഇതിനൊരു മോചനം ഉണ്ടാകും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, നൺസ് ആർ ഇന്നസെന്റ്. അവർ നിരപരാധികളാണ്. ആ നിരപരാധികളായവരെ പീഡിപ്പിക്കുന്നു, അവരെ ഹരാസ് ചെയ്യാൻ പാടില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാരുമായി സംസാരിച്ചു. കന്യാസ്ത്രീകളെ തടവിലിട്ടിരിക്കുന്നതിനെതിരെ തെരുവിൽ സഭകളുടെ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി ശരത്ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ലാൽ, മലയാളികളായ 2 കന്യാസ്ത്രീകൾ കഴിഞ്ഞ 7 ദിവസമായി ദുർഗിലെ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. മജിസ്ട്രേറ്റ് കോടതിക്ക് പിന്നാലെ ഇന്നലെ ദുർഗ് സെഷൻസ് കോടതിയും ഇവരുടെ ജാമ്യാപേക്ഷ നിരാകരിച്ചതോടെയാണ് അവർ ജയിൽവാസം തുടരുന്നത്. എന്നാൽ അവർക്ക് മുമ്പുള്ള ഇനിയുള്ള ഏക വഴി ഒന്നുകിൽ സെഷൻസ് കോടതി നിർദ്ദേശപ്രകാരം NIA കോടതിയിൽ ജാമ്യഹർജി സമർപ്പിക്കുക, അല്ലെങ്കിൽ നിയമോപദേശം ലഭിച്ച മാതിരി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ജാമ്യഹർജി സമർപ്പിക്കുക. ഈ 2 കാര്യത്തിലാണ് ഇപ്പോൾ നിയമോപദേശം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. സഭാ നേതൃത്വമാവട്ടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടുമില്ല. ഏതായാലും കേരള MPമാർക്ക് അമിത്ഷാ നൽകിയ ചില ഉറപ്പുകൾ കന്യാസ്ത്രീയുടെ ബന്ധുക്കൾക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി ഹൈക്കോടതിയിലോ NIA കോടതിയിലോ ആണ് ഹർജി ഫയൽ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും.